നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി കണ്ടാലോ? അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്മാവാണ് കേട്ടോ. നമുക്ക് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ കുറച്ച് ക്യാരറ്റും ബീൻസും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പച്ചക്കറിയായിട്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ കുട്ടികൾ തന്നെ ഉപ്പേരി വെച്ച് കൊടുത്താലൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അവർ കഴിച്ചോളൂ കേട്ടോ. അത് അങ്ങനെ ഉള്ളിൽ പോണത് അറിയില്ല. അപ്പോൾ നമുക്ക് പച്ചക്കറി ആഡ് ചെയ്യാം. നമുക്കിതൊക്കെ ഇട്ട് താളിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഞാനിവിടെ വറുത്ത റവയാണ് വാങ്ങിച്ചത്. എന്നാലും നമ്മൾ കുറച്ചും കൂടിയും ഒരു പാൻ വെച്ച് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. അത് കടയിൽ നിന്ന് കിട്ടുന്നത് വറുത്തതാന്ന് പറഞ്ഞാലും നമുക്ക് അത്രയ്ക്ക് വറവായതിൻ്റെ ആവില്ല, നമുക്കൊരു ടേസ്റ്റ് വരില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഒന്നും കൂടി വറുക്കണം കേട്ടോ അത്. അപ്പോൾ ഞാനിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ റവ ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഉപ്മാവെന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരില്ലേ. പക്ഷേ ഇപ്പോൾ വലുതായി കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു നേരമൊക്കെ ഉപ്മാവ് കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ വല്ലാണ്ട് പണികളില്ലല്ലോ. നമുക്ക് ഉപ്മാവൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ നേരം വൈകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഒരു നേരമൊക്കെ കഴിക്കാമല്ലേ. നമ്മുടെ ചെറുപ്പത്തിൽ ഞാനൊന്നും വലിയ ഇഷ്ട വിഭവമൊന്നും ആയിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ കാരണം കൊണ്ട് ഒരു നേരം ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ടൈമില്ല, ചില സമയത്ത് നമുക്ക് നേരം വൈകും, ചില സമയത്ത് സ്കൂളിൽ പോകണ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാതും ആയിന്ന് വരില്ല ആ സമയത്തിന്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. ഇത് വലിയ അൺഹെൽത്തി ഫുഡൊന്നുമല്ലല്ലോ, നമുക്ക് റവയല്ലേ, നമുക്ക് ശരീരത്തിന് വേറെ കേടൊന്നും വരുത്തില്ല. നമുക്ക് വേഗം പണികൾ നമ്മുടെ വേഗം കഴിയും. അപ്പോൾ അത് റവയൊക്കെ ഇട്ട് ഞാനത് ആഡ് ചെയ്ത് ഉപ്മാവാക്കി. പിന്നെ അതിന് കുറച്ച് നാളികേരം ചിരണ്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും മാത്രം മതി. അല്ലെങ്കിൽ ചിലർ പഴം വെച്ച് കഴിക്കില്ലേ, പഴം ഉപ്മാവൊക്കെ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കട്ടൻ ചായ കൂട്ടി നമുക്ക് രാവിലെ തന്നെ ഉപ്മാവ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, മറക്കരുത്. പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും ബായ്.